ഒന്ന് എണ്ണേൽക്ക്, ഒന്ന് എണ്ണേൽക്കാൻ. പട്ടി വല്ലാതെ കുരയ്ക്കുന്നു. കള്ളന്മാരാരോ വന്നിട്ടുണ്ട്. അച്ഛാ, ജനലാരോ എന്റെ ഈശ്വര. നീ അവലക്കേ എടുക്ക, ഞാനെടുക്കാം. അച്ഛാ, എനിക്ക് പേടിയാവുന്നു. ആണെങ്കിൽ പോരുത്. ഭാസ്കരനാരല്ലേ? അതെ, ഞാൻ നാരായണനാണ്. നത്തന്റെ അച്ഛൻ. അങ്ങനെ വിളിച്ച് അടിച്ച് പല്ലിയാൻ കുഴിക്കും പന്നി. നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങ. പുറത്തെ കടുവ നിൽക്കല്ലേ? വളർത്തുമ്പോ ഇത്തിരി മര്യാദക്ക് വളർത്തിക്കൂടെ? പട്ടിയാണെങ്കിൽ എന്ത്? എന്നെ നിലം തൊഴിച്ചിട്ടില്ലെന്നേ. കൊച്ചകത്തേക്കല്ലേ? നിങ്ങൾ പോയി കിടന്നോ, ഞാൻ കൂടെ അല്പം സംസാരിക്കാനുണ്ട്. 2000 രൂപ വരണം. പോലീസ് കേസുണ്ടായ ആ ചിലവും വഹിക്കും. എന്തിന് 2000 രൂപ? വീടൊഴിപ്പിച്ച് താക്കോല് കൈ തരും. ഇന്ന് രാത്രി വേണോ അതോ നാളെ വേണോ? അക്കാര്യത്തിൽ നിങ്ങൾ ഇടപെടണ്ട. തൽക്കാലം ഇവിടെ ഇറങ്ങി പോയാ മതി. എങ്കിൽ എന്റെ കാശ് എന്നൊക്കെ ഞാൻ പോയേക്കാം. നിങ്ങളിതിൽ ഇടപെടണ്ടെന്ന്. പിന്നെ കാശ് ഇടപെടാൻ ഞാൻ തീരുമാനിച്ച് ഇറങ്ങിക്കഴിഞ്ഞു. മുന്നോട്ട് വെച്ച കാലം പിന്നോട്ട് എടുക്കുന്ന ചരിത്രം നാരായണനില്ല. വീട് ഒഴിപ്പിച്ചാലും ശരി, ഇല്ലെങ്കിൽ ശരി, എനിക്ക് എന്റെ കാശ് കിട്ടണം. ചോര കണ്ട് പേടി മാറിയവനാണ് നാരായണൻ. അതാരും മറക്കണ്ട. ഒഴിപ്പിക്കണോ വേണ്ടയോ? രണ്ടായാലും കാശിന് കുറവില്ല. എന്ത് തീരുമാനിച്ചു? എന്നാ പിന്നെ ഒഴിപ്പിച്ചിട്ട് എന്നാ പോരെ? മതി. ഇന്ന് വേണോ നാളെ വേണോ? നാളെ മതി. അപ്പോ പട്ടിയെ ചങ്ങല കിട്ടാൻ ഞാൻ വരാന്തേ കിടന്നോളാം. നിങ്ങൾക്ക് വാതിലടച്ചകത്തിരുന്ന് സുഖമായിട്ട് ഉറങ്ങാം. ഓക്കെ ഓക്കെ ഓക്കെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അല്ലേ? 2000 മുതലിക്കില്ല. 2500 വേണം. 2000 സമ്മതിച്ചല്ലേ? പക്ഷെ ഇവിടെ ഈ തടിയുള്ളവരെ നിങ്ങൾ പറഞ്ഞിരുന്നോ? ഒരു കാര്യം ഉറപ്പാ, ഏതായാലും 2 അടി പൊട്ടു. ചിലപ്പോ ആശുപത്രി ചെലവ് നിങ്ങൾ വഹിക്കേണ്ടി വരും. സമ്മതിച്ചോ? സമ്മതിച്ചോ? സമ്മതിക്കാതെ പിന്നെന്താ നിവൃത്തി? അന്നച്ചിന് സംസാരിക്കും. എന്നെ എന്റെ വീട്ടിൽ നിന്ന് ഇപ്പൊഴിയണം ഈ നിമിഷം. കേസ് കൊടുക്കുന്നല്ലേ പറഞ്ഞത്? നമുക്ക് കോടതി കാണാം. അല്ലാതെ നീ ഒഴിയില്ല അല്ലടാ. ഞാൻ ഭാസ്കരൻ നായരോടാ സംസാരിക്കുന്നത്. നീ ആരാ? ഞാൻ ആരാണെന്നോ? എന്നെ നിനക്കറിയില്ല. അറിഞ്ഞാ നീ വറയ്ക്കും. ചോര കണ്ട് കൊതിമാറിയവനാടാ ഈ നാരായണൻ. എന്നെ തൊട്ടവന്റെ ശവ ഇവിടെ വീഴും. ചട്ടിങ്ങലൊക്കെ എടുത്ത് ഇറങ്ങും. അല്ലെങ്കിൽ കുമ്പളങ്ങ ചവിട്ടുന്ന പോലെ ചവിട്ടും. ഈ തടിയൊന്നും എനിക്കൊരു പ്രശ്നമല്ല. ഇറങ്ങണം. വേണം. മിണ്ടിപ്പോറത് മിണ്ടിയ നാക്കാൻ ചവിട്ടി പറിക്കും. പോലീസിനെ വിളിക്കാം. പോലീസ് നേരാണ്ട് പുല്ലാടാ. പുല്ല് വാടാ വാടാ. അടുക്കരുത് അടുക്കരുത്. അടുത്താൽ അപകടമാണ്. പച്ചയിറക്കിലേക്ക് ഇരുന്ന പോലെ ഞാൻ കീറും. ചോരക്കളവാവിടെ നിന്റെ 6 ഇരട്ടികളെ ചുരുളിപ്പരമുന ഒറ്റ ചവിട്ടിന് വീട്ടിയോടാ ഞാൻ. ബ്ലാക്ക് ബെൽറ്റ് റോയെ ഒറ്റയിടിക്ക് പെൻസിൽ വരെ നോക്കിയാണ്. അടുക്കരുത്. പോടാ. നായരെ, 1 മിനിറ്റ് സമയം തരണം. ഒരു വണ്ടി വിളിക്കാനുള്ള സമയം. ഞങ്ങൾ പോകോളാം. സത്യമാണോ? ഈശ്വരനാണ് സത്യം. വണ്ടിയിൽ സാധനങ്ങൾ കയറ്റി വീട് പൂട്ടി താക്കോലിന്റെ കയ്യിൽ തന്നിട്ടേ നാരായണൻ പോകൂ. മതി. ആ പിശാചെല്ലാം നശിപ്പിക്കും. ഒന്ന് നിർത്താൻ പറയും. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. നോ നോ, അതിന്റെ ആവശ്യമില്ല. മതി നാരായണ, മതി. അയാൾ പോകാൻ സമ്മതിച്ചു. 1 മണിക്കൂർ സമയം കൊടുക്കും. നിങ്ങൾ സമ്മതിച്ചു? ഞാൻ സമ്മതിച്ചു. കൈയുടെ തരിപ്പ് തീർന്നില്ല. കൊടുകൈ. എന്തിന്? കൈ കൊടു.
പറഞ്ഞ ജോലി പറഞ്ഞ സമയത്ത് പറഞ്ഞതുപോലെ ഞാൻ ചെയ്തിരിക്കുന്നു. ഓക്കേ ഓക്കേ. ഇന്ന് തന്നെ എന്റെ പണി കഴിക്കും. മിനിക്കുട്ടി, അമ്മ പറയുന്ന കേക്ക്. അതിങ്ങനെ താഴെ വീണ കേടാവും. കേടായ അമ്മയ്ക്ക് എന്താ? മാമ ഇനി എനിക്ക് മേടിച്ചു തരുമല്ലോ. ഓ, അച്ഛാ, ഹായ്, അച്ഛന്റെ പൊന്നോള് നല്ല ഉടുപ്പൊക്കെ ഇട്ടേക്കുന്നല്ലോ. മാമൻ കൊണ്ടുവന്നതാ. ആണോ? ഉടുപ്പും കളിപ്പാട്ടും എല്ലാം കൊണ്ടുവന്നു. ആ അതാണ്ട മുട്ടായി. നാരായണൻ എപ്പോഴാ സതി വന്നേ? ഉച്ച കഴിഞ്ഞു. ആ വരവൊന്ന് കാണേണ്ടതായിരുന്നു. 4 കാലില്. നിനക്കാല് ചീത്ത പറയാൻ വരുന്നോ അവനെ? ഞാനില്ലേ, കേൾക്കണവർക്ക് നാണോ ഇല്ലെങ്കിൽ പറയണവർക്കെങ്കിലും വേണം. ഞാനൊന്നും മിണ്ടാൻ പോയില്ല.